ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തേർഡ് മൊഡ്യൂളിന്റെ ഡിസൈൻ ഗൈഡ് ലൈൻസ് ആണ് കേട്ടോ നോക്കിയത്. ഒരു റിലേഷണൽ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാനുള്ള 4 ഗൈഡ് ലൈൻസ്. അപ്പൊ ആ ഒരു 4 ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടാണ് നമുക്കൊരു ഗുഡ് റിലേഷണൽ ഡാറ്റാബേസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. ഒരു 4 പോയിന്റ്സ് ആയിട്ടായിരുന്നു അത് വിത്ത് എക്സാമ്പിൾ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. അപ്പൊ നമുക്കൊരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഗുഡ്നെസ് മെഷർ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. അപ്പൊ നമുക്കൊരു റിലേഷൻ എടുത്താൽ, ഒരു റിലേഷൻ ആർ എന്നുള്ള റിലേഷൻ എടുത്താൽ അതിന്റെ ഗുഡ്നെസ്, അതായത് എത്രത്തോളം നല്ലൊരു റിലേഷണൽ ഡിസൈൻ ആണ് അതിന് മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത്. അപ്പം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് കീസ്. ആ ഒരു റിലേഷനിലുള്ള ഡിഫറെന്റ് കീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് നോർമൽ ഫോംസ് ഏതൊക്കെയാണ്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺസ്ട്രെയിൻഡ് ബിറ്റ്വീൻ 2 സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഫ്രം ദ ഡാറ്റാബേസ്. നമ്മുടെ ഡാറ്റാബേസിലുള്ള 2 സെറ്റ് ആട്രിബ്യൂട്ട്സ്. അതായത് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഒരു റിലേഷൻ എടുത്താൽ അതിനകത്തുള്ള ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള കൺസ്ട്രെയിന്റ് ആണ്. അതായത് ഒരു സിംഗിൾ റിലേഷൻ എടുത്താൽ അതിനകത്ത് കുറെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമ്മളൊരു റിലേഷൻ ആക്കുന്നത്. അപ്പം ആ ഒരു റിലേഷനിലെ ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള കൺസ്ട്രെയിന്റ് ആണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു റിലേഷനിലെ ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് തമ്മിൽ എത്ര ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട് അത് സ്പെസിഫൈ ചെയ്യാനുള്ള കൺസ്ട്രെയിന്റ് ആണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. അപ്പൊ ഇതിനകത്ത് ഒരു ഫോർമൽ ഡെഫിനിഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം, നമ്മളിപ്പോ ഒരു ഡാറ്റാബേസ്, റിലേഷണൽ ഡാറ്റാബേസ് എടുത്തിരിക്കുകയാണ്. അതിനകത്ത് n ആട്രിബ്യൂട്ട്സ് ഉണ്ട്, A1 A2 എക്സെട്ര അപ് ടു AN. അങ്ങനെയുള്ള n ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ആ റിലേഷനിൽ തന്നെയുള്ള സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഫങ്ഷണലി ഡിറ്റർമിൻസ് അനദർ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു റിലേഷൻ എടുത്തു, അതിനകത്ത് ഒരു n ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വേറെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ ഫങ്ഷണലി ഡിറ്റർമിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഡിറ്റർമിൻസ് വൈ. അതായത് നമുക്കൊരു റിലേഷനിലുള്ള ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ആരോ വൈ എന്ന് പറഞ്ഞ സംഭവത്തിലാണ്. അതായത് എക്സ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്, വൈ എന്ന് പറഞ്ഞത് അനദർ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ ദ സെയിം റിലേഷൻ ആണ്. ഓക്കെ, അതായത് എക്സും വൈയും ആർ എന്നുള്ള റിലേഷനിലെ കുറെ സബ്സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പൊ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേം ആണ് ആരോ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്. അതായത് എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ സ്കീമേൽ, ആർ എന്നുള്ള റിലേഷൻ സ്കീമേല് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഡിറ്റർമിൻസ് അനദർ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആ ഒരു കൺസ്ട്രെയിന്റ് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. അതായത് നമുക്കിപ്പോ ഒരു എക്സ് ഡിറ്റർമിൻ വൈ എന്നുള്ള ഒരു ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു റിലേഷനിൽ എക്സ് എന്നുള്ള ആട്രിബ്യൂട്ട് ഏതൊക്കെ റോയിൽ സെയിം ആണോ കറസ്പോണ്ടിങ് വൈ ആട്രിബ്യൂട്ട് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നോക്കാം, എടുക്കാം. നമ്മളിപ്പം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിന്റെ ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മളിപ്പോ ഒരു എംപ്ലോയി ടേബിൾ എടുക്കുകയാണ്. എംപ്ലോയി എന്നുള്ള റിലേഷനിലെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എംപ്ലോയി റിലേഷനിൽ നമ്മൾ കമ്പനി ഡാറ്റാബേസിൽ എംപ്ലോയി ടേബിൾ ആണ് കേട്ടോ പറയണത്. അപ്പൊ അതിനകത്ത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അതുപോലെ തന്നെ എംപ്ലോയി നെയിം, എംപ്ലോയി അഡ്രസ്, ഫോൺ നമ്പർ, സാലറി, ഡിപ്പാർട്ട്മെന്റ് നമ്പർ, സൂപ്പർ അസസർ, അങ്ങനെ കുറെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എംപ്ലോയി റിലേഷൻ ആക്കിയത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് പറയാൻ പറ്റും SSN ആരോ ഇ നെയിം. അതായത് അത് വായിക്കുന്നത് SSN ഡിറ്റർമിൻസ് ഇ നെയിം എന്നാണ്. അപ്പൊ ആ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ ഉണ്ട് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? SSN എന്ന് പറഞ്ഞ കോളത്തില് ഏതൊക്കെ റോയിലാണോ SSN സെയിം ആയിട്ടുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് ഇ നെയിം എന്താണ്? സെയിം ആണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് SSN ഫങ്ഷണലി ഡിറ്റർമിൻസ് ഇ നെയിം. അതായത് SSN എന്ന് പറഞ്ഞ കോളത്തിന്റെ വാല്യൂ വെച്ചിട്ട് ഈ നെയിമിനെ നമുക്ക് ഫങ്ഷണലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന, അതായത് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ആ SSN എന്ന് പറഞ്ഞ കോളവും ഈ നെയിം എന്ന് പറഞ്ഞ കോളവും തമ്മിൽ എന്താണ്?
ഒരു കൺസ്ട്രെയിന്റ് അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് SSN എന്ന് പറഞ്ഞ കോളത്തിന്റെ വാല്യൂ വെച്ചിട്ട് ഈ നെയിമിനെ നമുക്ക് യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രണ്ട് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് തമ്മിൽ ഒരു കൺസ്ട്രെയിന്റ് ആ ഒരു റിലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒന്നുകൂടെ കൂടി അതിന്റെ ഫോർമൽ ഡെഫിനിഷനിലേക്ക് പോവാം. എ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഡിനോട്ടഡ് ബൈ എക്സ് ആരോ വൈ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ റിലേഷൻ ആർ, വൈ എന്ന് പറയുന്നതും set of attributes in relation R that specifies a constraint on the possible tuples that can form a relation state R of R. അതായത് x determines y എന്ന് പറഞ്ഞ രണ്ട് x determines y എന്നുള്ള ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ എക്സും വൈയും തമ്മിൽ എന്താണ് ഒരു കൺസ്ട്രെയിന്റ്, അതിന്റെ ടപ്പിൾസ്, എക്സിന്റെ ടപ്പിൾസും വൈന്റെ ടപ്പിൾസും തമ്മിൽ ഒരു കൺസ്ട്രെയിന്റ് അവിടെ സ്പെസിഫൈ ചെയ്യാണ്. എന്താണ് കൺസ്ട്രെയിന്റ്? The constraint is that for any two tuples t1 and t2 in R that have t1 of x equal to t2 of x. അതായത് ആ ഒരു റിലേഷനിൽ രണ്ട് ടപ്പിൾസ് എടുക്കുക, രണ്ട് ടപ്പിൾസ്, അതിനകത്ത് രണ്ട് ടപ്പിൾസിൽ എക്സിന്റെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. They must also have t1 of y equal to t2 of y. അതായത് x determines y എന്നുള്ള ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഒരു റിലേഷൻ ആറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ആ ഒരു റിലേഷനിൽ എക്സിന്റെ രണ്ട് ടപ്പിൾസ് സെയിം ആയിട്ട് വന്നാൽ കറസ്പോണ്ടിങ് അതിന്റെ വൈ ടപ്പിൾ എന്തായിരിക്കണം? സെയിം ആവണം. എന്നാൽ മാത്രമാണ് നമുക്ക് എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് എംപ്ലോയി ടേബിൾ എടുക്കുക. എംപ്ലോയി ടേബിളിൽ SSN ഡിറ്റർമിൻസ് ഇ നെയിം. ആ ഒരു കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? SSN ഏതൊക്കെ റോയിലാണോ സെയിം ആയിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ SSN ഫസ്റ്റ് റോയിൽ 001 ആണ്, തേർഡ് റോയിലും 001 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എംപ്ലോയി നെയിം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ആ ഒരു കൺസ്ട്രെയിന്റ് അവിടെ എക്സിസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ SSNും ഈ നെയിം തമ്മിൽ എന്താണ്? ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ആ ഒരു സംഭവമാണ് എന്ത്? ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അപ്പൊ ആക്ച്വലി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒരു റിലേഷനിൽ തന്നെയുള്ള സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള കൺസ്ട്രെയിന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് ആരോ ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. എക്സ് ഡിറ്റർമിൻസ് വൈ. എക്സ് എന്ന് പറയുന്നത് ആറിലെ സബ്സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. വൈ എന്ന് പറയുന്നതും ആർ എന്നുള്ള റിലേഷനിലെ സബ്സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പം എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻ? എക്സിന്റെ ടപ്പിൾസ് സെയിം ആയിട്ടുള്ളിടത്തെല്ലാം വൈന്റെ ടപ്പിൾസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ അതാണ് അതിന്റെ ജനറൽ ഐഡിയ. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ പറയണത് എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. ആ സെയിം കമ്പനി ഡേറ്റാബേസ് വെച്ചിട്ട് തന്നെയുള്ള എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് SSN ഡിറ്റർമിൻസ് ഇ നെയിം. അതായത് SSN എന്ന് പറഞ്ഞ കോളം വെച്ചിട്ട് ഈ നെയിമിനെ നമുക്ക് യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിന്റെ ഓവറോൾ കോൺസെപ്റ്റ്. അതായത് SSNന്റെ വാല്യൂ ഏതൊക്കെ ടപ്പിൾസിൽ സെയിം ആണോ കറസ്പോണ്ടിങ്ങിലി അതിന്റെ ഇ നെയിം വാല്യൂ സെയിം ആയിരിക്കണം. ഓക്കെ, അതായത് യുണീക്ക്ലി എംപ്ലോയിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഈ ഡിപ്പെൻഡൻസി. സെക്കൻഡ് എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് പ്രൊജക്ട് നമ്പർ ഡിറ്റർമിൻസ് പി നെയിമും പി ലൊക്കേഷനും. അപ്പൊ നമുക്ക് ഈ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഡേറ്റാബേസ്, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് നോക്കിക്കൊണ്ട് വരുന്നത് കമ്പനി ഡേറ്റാബേസ് ആണ്. അപ്പൊ അതിനകത്തുള്ള ആട്രിബ്യൂട്ട്സും റിലേഷനൊക്കെ നമുക്ക് ഒരു ഏകദേശ ധാരണ വേണം. അപ്പൊ പി നമ്പർ ഡിറ്റർമിൻസ് പി നെയിം പി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പി നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ വെച്ചിട്ട് പ്രൊജക്ടിന്റെ നെയിമും ലൊക്കേഷനും യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് ഏതൊക്കെ ടപ്പിൾസിനാണോ പി നമ്പർ സെയിം ആയിട്ടുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് പി നെയിമും പി ലൊക്കേഷനും എന്തായിരിക്കും? ആ ടേബിളിൽ സെയിം ആയിരിക്കണം. അതാണ് അവിടുത്തെ കൺസ്ട്രെയിന്റ്. തേർഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ SSN പി നമ്പർ ഗിവ്സ് ഡിറ്റർമിൻസ് അവേഴ്സ്. അതായത് ഒരു എംപ്ലോയിയുടെ SSNും പി നമ്പറും വെച്ചിട്ട് ആ എംപ്ലോയി എത്ര അവേഴ്സ് വർക്ക് ചെയ്തു എന്നുള്ളത്, ആ പ്രൊജക്റ്റിൽ എത്ര അവേഴ്സ് വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് യുണീക്ക്ലി അല്ലെങ്കിൽ ഫങ്ഷണലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണം. അതാണ് അവിടുത്തെ കൺസ്ട്രെയിന്റ്. നോക്കാം, ഇത് സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു റിലേഷൻ, ആ റിലേഷനിൽ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എയും ബിയും. അപ്പൊ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഈസിലി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ ആണ്. നമുക്കിപ്പോ അതിനകത്തൊരു നമ്മളൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പറയാണ് എ ഡിറ്റർമിൻസ് ബി എന്ന് പറഞ്ഞൊരു FD അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എ ഡിറ്റർമിൻസ് ബി. അപ്പൊ എയും ബിയും സെയിം റിലേഷനിൽ രണ്ട് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. എ ഡിറ്റർമിൻസ് ബി എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ വാലിഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്?
എ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ വെച്ചിട്ട് ബിനെ നമുക്ക് യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് ആ ഒരു റിലേഷനിൽ എയുടെ വാല്യൂ എവിടേക്കാണോ സെയിം ആയിട്ടുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് ബി വാല്യൂ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അത് വാലിഡ് എഫ് ഡി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം എ ഡിറ്റർമിൻസ് ബി എന്ന് പറഞ്ഞ എഫ് ഡിയിൽ നിങ്ങൾ നോക്കുക, ആ ടേബിളിൽ നോക്കുക, എയുടെ വാല്യൂ A1 A2 A1 A2. അപ്പൊ അവിടെ എയുടെ വാല്യൂ ഏതൊക്കെ ടപ്പിൾസിലാണ് സെയിം ആയിട്ടുള്ളത്? ഫസ്റ്റ് റോയിലും തേർഡ് റോയിലും സെയിം. കറസ്പോണ്ടിങ്ങിൽ അതിന്റെ ബി വാല്യൂ സെയിം ആണോ നോക്കുക. ഫസ്റ്റ് റോയിൽ B1 ആണ്, A1ന് B1 ആണ്. തേർഡ് റോയിൽ A1ന് B2 ആണ്. അതായത് എ എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ബിനെ യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല. കാരണം എന്താ, A1 B1 ആണ് ആദ്യത്തേത്. A1 ഡിറ്റർമിൻസ് B1 എന്ന് പറഞ്ഞാല് A1 ഏതൊക്കെ ടപ്പിൾസിൽ സെയിം ഉണ്ടോ അവിടെയെല്ലാം അതിന്റെ കറസ്പോണ്ടിങ് ബി വാല്യൂ സെയിം അല്ല. ഒരെണ്ണത്തില് B1 ആണ്, ഒരെണ്ണത്തില് B2 ആണ്. രണ്ട് വാല്യൂസ് ഉണ്ട് A1ന്. അപ്പൊ നമുക്ക് അവിടെ അത് വാലിഡ് എഫ് ഡി എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, അതായത് നമുക്ക് എ ഡിറ്റർമിൻസ് ബി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയുടെ എല്ലാ ടപ്പിൾസിലും സെയിം, എയുടെ എല്ലാ വാല്യൂസിലും നമുക്ക് ആ വാലിഡിറ്റി ചെക്ക് ചെയ്യണം. അടുത്തത് ബി ഡിറ്റർമിൻസ് എ എന്നുള്ള എഫ് ഡി വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ബി ഡിറ്റർമിൻസ് എ, ബി എന്ന് പറഞ്ഞ കോളത്തിന്റെ വാല്യൂ വെച്ചിട്ട് എനെ യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ബിയുടെ വാല്യൂ എന്തൊക്കെയാണ്? B1 വെച്ചിട്ട് B1 B3 B2 B3. അപ്പൊ B1 വെച്ചിട്ട് നമുക്ക് എന്താണ്, A1 ആണ്. B3 വെച്ചിട്ട് A2 ആണ്. B3 ഏതൊക്കെ റോയിൽ സെയിം ആ? B3 സെക്കൻഡ് റോയിലും ഫോർത്ത് റോയിലും B3 ആണ്. കറസ്പോണ്ടിങ്ങിൽ അതിന്റെ എ വാല്യൂ എന്താണ്? A2 തന്നെയാ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ഡിറ്റർമിൻസ് എ എന്ന് പറയുന്നത് വാലിഡ് എഫ് ഡി ആണെന്ന് പറയാൻ പറ്റും. അതായത് ബി എന്ന് പറഞ്ഞ കോളത്തിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് യുണീക്ക്ലി എനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ബി എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ B1 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എ വാല്യൂ എന്താണ്? A1 ആണ്. B3 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എ വാല്യൂ എന്താണ്? A2 ആണ്. ഓക്കെ, B2 എന്നുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ എ വാല്യൂ A1 ആണ്. അപ്പം നമുക്ക് യുണീക്ക്ലി ഒരു എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള ഒരു എഫ് ഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് വെച്ചിട്ട് നമുക്ക് യുണീക്ക്ലി വൈനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വാലിഡ് എഫ് ഡി. അപ്പോ നമുക്ക് ബി ഡിറ്റർമിൻസ് എ എന്ന് പറയുന്നത് വാലിഡ് എഫ് ഡി എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന് ഡിഫറെന്റ് എന്താണ്, ഡിഫറെന്റ് ടേംസ് ആണ് പറയണത്. ബി ഫങ്ഷണലി ഡിറ്റർമിൻഡ് ബൈ ബി. ഈ മൂന്ന് തരത്തിൽ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു എന്താണ് എക്സ്പ്രഷനെ നമുക്ക് പറയാൻ പറ്റും. ബി ഇംപ്ലൈസ് എ അല്ലെങ്കിൽ എക്സ് ഇംപ്ലൈസ് എക്സ് ആരോ വൈ, അങ്ങനത്തെ ആ സംഭവത്തിന് നമുക്ക് ഈ മൂന്ന് രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വായിക്കാൻ പറ്റും. ബി ഫങ്ഷണലി ഡിറ്റർമിൻസ് എ, ബി വെച്ചിട്ട് എനെ ഫങ്ഷണലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. എ ഫങ്ഷണലി ഡിപ്പെൻഡന്റ് ഓൺ ബി, എ എന്ന് പറഞ്ഞ സാധനം ബിനെ ഫങ്ഷണലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എ ഈസ് ഫങ്ഷണലി ഡിറ്റർമിൻഡ് ബൈ ബി. അപ്പൊ മൂന്ന് തരത്തിൽ നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു റിലേഷനിലെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള കൺസ്ട്രെയിന്റ് ആണ്. അപ്പം ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് നമുക്ക് ഫങ്ഷണലി ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ളൊരു എഫ് ഡി വാലിഡ് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആ ഒരു റിലേഷനിൽ ഏതൊക്കെ ടപ്പിൾസിലാണ് എക്സ് വാല്യൂ സെയിം ആയിട്ടുള്ളത് അവിടെ എല്ലാം അതിന് കറസ്പോണ്ടിങ് വൈ വാല്യൂ സെയിം ആയിരിക്കണം. അപ്പോ അതായത് എക്സ് വാല്യൂ വെച്ചിട്ട് നമുക്ക് വൈ വാല്യൂവിനെ യുണീക്ക്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ കേസില്, ഈ ഫസ്റ്റ് കേസിൽ എ ഡിറ്റർമിൻസ് ബി എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ബിനെ നമുക്ക് യുണീക്ക്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണില്ല. കാരണം എയുടെ വാല്യൂ A1 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് B1 ആണ് ഒരു റോയില്. പക്ഷെ A1 വെച്ചിട്ട് തേർഡ് റോയില് A1 വെച്ചിട്ട് ബിയുടെ വാല്യൂ എന്താണ്? B2 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഡിറ്റർമിൻസ് ബി എന്ന് പറഞ്ഞാൽ എ വെച്ചിട്ട് നമുക്ക് ബി വാല്യൂവിനെ യുണീക്ക്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ അത് വാലിഡ് എഫ് ഡി അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതാണ് ജനറൽ ഐഡിയ. അപ്പോ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് നോർമൽ ഫോമിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ എന്താണ് നമ്മുടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി? ഒരു റിലേഷനിലെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള കൺസ്ട്രെയിന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് എന്താ കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ കൺസ്ട്രെയിന്റ് ഈസ് ദാറ്റ് for any two tuples T1 and T2 in R that have T1 of X equal to T2 of X. അപ്പൊ ആ ഒരു റിലേഷനിലെ രണ്ട് ടപ്പിൾസ് T1 എന്ന് പറഞ്ഞ ടപ്പിളും T2 എന്ന് പറഞ്ഞ ടപ്പിളും എടുത്താൽ ആ രണ്ട് ടപ്പിൾസിൽ എക്സ് വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ വൈ വാല്യൂ ദേ മസ്റ്റ് ഓൾസോ ഹാവ് T1 of Y equal to T2 of Y. വൈ വാല്യൂ സെയിം ആയിരിക്കണം. അതാണ് അവിടുത്തെ കൺസ്ട്രെയിന്റ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ.
അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് കഴിഞ്ഞു. ഇനി അടുത്തത് എക്സസൈസ് ചെയ്യാനുള്ളതാണ്. ഇതിനകത്ത് നോക്കാം, നമുക്ക് വാലിഡ് എഫ് ഡി എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അതായത് നമുക്കൊരു ഐഡിയ വേണം ഏതൊക്കെയാണ് അവിടുത്തെ പ്രൈം ആട്രിബ്യൂട്ട് ആയിട്ട് വരുന്നത്, ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടാണ് നമുക്ക് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഫസ്റ്റ് എഫ് ഡി, ഇ ഐ ഡി ഡിറ്റർമിൻസ് ഇ നെയിം. ഇ ഐ ഡി ഡിറ്റർമിൻസ് ഇ നെയിം എന്ന് പറയുന്നത് വാലിഡ് എഫ് ഡി ആണോ അല്ലയോ? ഇ ഐ ഡി ഡിറ്റർമിൻസ് ഇ നെയിം എന്ന് പറയുന്നത് ഒരു വാലിഡ് എഫ് ഡി ആണ്. കാരണം എന്താ, ഒരു ടേബിൾ, എംപ്ലോയി ടേബിൾ എടുത്താൽ നമുക്ക് ഇ ഐ ഡി ഇനം, ഇ എ ജി ഡി ഇനം 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ അത് രണ്ടും എംപ്ലോയി ടേബിളിലെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ഐ ഡി എന്ന് പറഞ്ഞ കോളത്തിന്റെ വാല്യൂ വെച്ചിട്ട് ഈ നെയിമിനെ നമുക്ക് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് വാലിഡ് എഫ് ഡി ആണ്. അതായത് ആ ഒരു റിലേഷനിൽ ഇ ഐ ഡി ഏതൊക്കെ റോയിലാണോ സെയിം ആയിട്ടുള്ളത്, കറസ്പോണ്ടിങ്ങില് ഈ നെയിമിന്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കണം. കാരണം ഇ ഐ ഡി എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, ഇ നെയിം ഡിറ്റർമിൻസ് ഇ ഐ ഡി. ഇ നെയിം ഡിറ്റർമിൻസ് ഇ ഐ ഡി. ആ ഒരു എംപ്ലോയി റിലേഷനിൽ എംപ്ലോയിയുടെ നെയിം വെച്ചിട്ട് ഇ ഐ ഡിനെ യുണീക്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇ നെയിം എന്ന് പറഞ്ഞത് എന്താ, ഒരു പ്രൈം ആട്രിബ്യൂട്ട് അല്ല. അത് നമുക്ക് എംപ്ലോയി ടേബിളിൽ സെയിം ഡിഫറെന്റ് ടപ്പിൾസിൽ സെയിം നെയിം വരാം, പക്ഷെ അത് ഡിഫറെന്റ് പേഴ്സൺസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു സെക്കൻഡ് എഫ് ഡി, ഇ നെയിം ഡിറ്റർമിൻസ് ഇ ഐ ഡി എന്ന് പറയുന്നത് ഒരിക്കലും വാലിഡ് എഫ് ഡി അല്ല. കാരണം ഇ നെയിം എന്നുള്ള കോളത്തിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ ഐ ഡിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഇത് നോക്കുക, ഇ നെയിം ഡിറ്റർമിൻസ് ഇ ഐ ഡി. അപ്പൊ നോക്കുക, നമ്മുടെ റിലേഷൻ എടുത്താൽ ഇ ഐ ഡിയും ഇ നെയിമും വെച്ചിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം നെയിം, ബോബ് എന്ന് പറഞ്ഞ സെയിം നെയിം ഉള്ള രണ്ടാൾക്കാർ വരാം എംപ്ലോയി ടേബിളിൽ. പക്ഷെ അവരെന്താണ്, അവര് ഡിഫറെന്റ് പേഴ്സൺസ് ആണ്, അവർക്ക് ഡിഫറെന്റ് ഇ ഐ ഡി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊരു വാലിഡ് എഫ് ഡി അല്ല. ഓക്കെ, ദെൻ തേർഡ്, ഈ ഏജ് ഡിറ്റർമിൻസ് ഈ നെയിം. അതും എന്താണ്, വാലിഡ് അല്ല. കാരണം എന്താ, ഏജ് സെയിം ആയിട്ട് വരാലോ. എംപ്ലോയി ടേബിളില് എംപ്ലോയീസിന്റെ ഏജ്, ഡിഫറെന്റ് എംപ്ലോയീസിന് സെയിം ഏജ് വരാം. ഏജ് വെച്ചിട്ട് നമുക്ക് ഒരാൾ ഒരിക്കലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അത് ഓക്കെ അല്ല. അപ്പൊ അതും എന്താണ്, ഇൻവാലിഡ് എഫ് ഡി ആണ്. അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, ആ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിൽ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഡി നമ്പർ ഗീവ്സ് ഡി നെയിം കോമ ഡി ലൊക്കേഷൻ. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താ, അതൊരു വാലിഡ് എഫ് ഡി ആണ്. ആ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലെ പ്രൈമറി കീ ആണ് എന്ത്, ഡി നമ്പർ. അപ്പൊ ഡി നമ്പർ എന്ന് പറഞ്ഞാൽ കോളത്തിന്റെ വാല്യൂ വെച്ചിട്ട് കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് നെയിമും ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷനും നമുക്ക് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു എഫ് ഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്ര ഓർത്താൽ മതി. നമുക്ക് ഫങ്ഷണലി ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ടപ്പിൾസിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് യുണീക്കലി മറ്റേ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമാണ് അത് വാലിഡ് എഫ് ഡി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഈ താഴെ വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു റിലേഷനിലെ ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ മീനിങ്ങിനെ പറയുന്ന സംഭവമാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അതായത് ആ ഒരു റിലേഷനിൽ ഡിഫറെന്റ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ അതിന്റെ മീനിങ്ങിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ റിലേഷനിലെ എല്ലാ ഇൻസ്റ്റൻസിലും അല്ലെങ്കിൽ എല്ലാ റിലേഷൻ സ്റ്റേറ്റിലും അത് എന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം. അതായത് നമ്മളിപ്പോ ഒരു എംപ്ലോയി റിലേഷൻ ഉണ്ടാക്കി, ആ എംപ്ലോയി റിലേഷനിൽ 10 എംപ്ലോയീസ് ആണ് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അവര് തമ്മിൽ ഇത്രയും ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് അടുത്ത റിലേഷൻ സ്റ്റേറ്റ്, അതായത് അതിനകത്തേക്ക് പുതിയൊരു എംപ്ലോയിനെ ആഡ് ചെയ്യോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എംപ്ലോയിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ എന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം. ഓക്കെ, അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. So a functional dependency is a property of the relation schema R, not of a particular legal state. റിലേഷൻ സ്റ്റേറ്റ് ആർ ഓഫ് ആർ. അതായത് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സും വൈയും നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ആ റിലേഷനിലെ എക്സ് ആട്രിബ്യൂട്ടും വൈ ആട്രിബ്യൂട്ടും തമ്മിലുള്ള കൺസ്ട്രെയിന്റ് ആണ്. അല്ലാതെ അതിനകത്ത് ഒരു പർട്ടിക്കുലർ റിലേഷൻ സ്റ്റേറ്റിൽ ഇതാണ് എഫ് ഡി എന്നല്ല പറയണത്. ആ ഒരു സ്കീമയിൽ നമുക്ക് ഇങ്ങനെ ഒരു എഫ് ഡി എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഏത് ഇൻസ്റ്റൻസ് എടുത്താലും അത് എന്തായിരിക്കണം, ഓക്കെ ആയിരിക്കണം. ഇതിനകത്ത് വേറൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ഡിറ്റർമിൻസ് കോഴ്സ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ വെച്ചിട്ട് കോഴ്സിനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കാം, ടെക്സ്റ്റ് ഡിറ്റർമിൻസ് കോഴ്സ്. വി കനോട്ട് കൺഫേം ദിസ് അൺലെസ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ പോസിബിൾ ലീഗൽ സ്റ്റേറ്റ് ഓഫ് ടീച്ച്. അതായത് ടീച്ച് എന്ന് പറഞ്ഞ ആ ഒരു ടേബിളില് ടെക്സ്റ്റ് ഡിറ്റർമിൻസ് കോഴ്സ്.
ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോളത്തിന്റെ വാല്യൂ എവിടെയൊക്കെ സെയിം ആയിട്ടുണ്ടോ അവിടെയെല്ലാം അതിന്റെ കോഴ്സ് വാല്യൂ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ ഇതിനകത്തെല്ലാം ഡിഫറെന്റ് വാല്യൂസ് ആണ് ടെക്സ്റ്റ് എന്നുള്ള കോളത്തിന്റെ വാല്യൂസ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞ കോളത്തിന്റെ വാല്യൂസ് 4 റോയിലും 4 ഡിഫറെന്റ് ആണ്. അപ്പം അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ടെക്സ്റ്റ് ഡിറ്റർമിൻസ് കോഴ്സ് എന്നുള്ള അവിടെ എക്സിസ്റ്റിംഗ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ നമുക്കത് എന്താണ് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ പുതിയൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. But it is, however, sufficient to demonstrate a single counter example to disprove a functional dependency. അതായത് ഈ ഒരു ടേബിളില് എന്താണ് സ്മിത്ത് ടീച്ചർ കോഴ്സ് നോക്കി കഴിഞ്ഞാൽ എന്താ അവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഇല്ല. ടീച്ചർ ഡിറ്റർമിൻസ് കോഴ്സ്, ആ ഒരു FD അവിടെ വാലിഡ് ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ടീച്ചർ ഡിറ്റർമിൻസ് കോഴ്സ്. അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞ കോളത്തിന്റെ വാല്യൂ എന്താണ് വെച്ചിട്ട് കോഴ്സിനെ യുണീക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പറ്റില്ല. കാരണം എന്താ, ടീച്ചർ എന്ന് പറഞ്ഞ കോളത്തിന് സ്മിത്ത് എന്ന് പറഞ്ഞ 2 റോയിലും 2 സെയിം വാല്യൂ ഉണ്ട്. പക്ഷെ അതിന്റെ കറസ്പോണ്ടിങ് കോഴ്സ് വാല്യൂ എന്താണ്, ഡിഫറെന്റ് ആണ്. ഒരെണ്ണം ഡാറ്റ സ്ട്രക്ചേഴ്സും ഒരെണ്ണം ഡാറ്റ മാനേജ്മെന്റും ആണ്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്താ, ടീച്ചർ ഡിറ്റർമിൻസ് കോഴ്സ് എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ടീച്ചർ എന്ന ആട്രിബ്യൂട്ടിന്റെ 2 ടപ്പിൾസിൽ സെയിം വാല്യൂ ആണ്. പക്ഷെ അതിന്റെ കറസ്പോണ്ടിങ് വൈ സൈഡിലുള്ള ഒരു ആട്രിബ്യൂട്ട് ഏതാ, കോഴ്സ്, അതിന്റെ വാല്യൂ എന്താ, സെയിം അല്ല. ഒരെണ്ണത്തില് സ്മിത്ത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്, ഒരെണ്ണത്തില് സ്മിത്ത് ഡാറ്റ മാനേജ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ടീച്ചർ ഡിറ്റർമിൻസ് കോഴ്സ് എന്ന് പറഞ്ഞ FD അവിടെ വാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് FD എന്നുള്ളത്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, 2 ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള കൺസ്ട്രെയിന്റ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞൊരു പ്രൈമറി കീയുടെ കോൺസെപ്റ്റിനോട് മാച്ച് ചെയ്യുന്നതാണ് ആ കൺസ്ട്രെയിന്റ്. പ്രൈമറി കീ ആട്രിബ്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൺസ്ട്രെയിന്റ് അവിടെ എക്സിസ്റ്റിംഗ് ആണെന്ന് പറയാം. നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫങ്ഷൻ ഡിപ്പെൻഡൻസി അവിടെ വാലിഡ് ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ഇവിടെ നോക്കാം. ഇതിനകത്ത് കുറെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞ കുറെ റിലേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ടേബിൾ എടുത്താൽ അതിനകത്ത് നമ്പർ ഓഫ് FDs നമുക്ക് എഴുതാൻ പറ്റും. കോമ്പിനേഷൻസ് ഓഫ് ഡിഫറെന്റ് FDs നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ നിലവിൽ ഇപ്പൊ കുറച്ച് FDs നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. B ഡിറ്റർമിൻസ് C ഡിറ്റർമിൻസ് B, AB ഡിറ്റർമിൻസ് C, AB ഡിറ്റർമിൻസ് D ആൻഡ് CD ഡിറ്റർമിൻസ് B. അപ്പോ ഇതിനകത്ത് ഈ ആദ്യം തന്നിരിക്കുന്ന 1, 2, 3, 4, 5 കൺസ്ട്രെയിൻസ് എന്താണ്, അവിടെ വാലിഡ് FD എന്ന് നമുക്ക് ടേബിളിന്റെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് B ഡിറ്റർമിൻസ് C അത് വാലിഡ് ആണ്. കാരണം എന്താ, B ഡിറ്റർമിൻസ് C എന്ന് പറയുമ്പോഴത്തേക്കും ആ റിലേഷൻ എടുക്കുക, ആ റിലേഷനിലെ B കോളവും C കോളവും എടുക്കുക. B കോളത്തില് ഏതൊക്കെ ടപ്പിൾസിലാണ് സെയിം വാല്യൂ ഉള്ളത് അതിന്റെ കറസ്പോണ്ടിങ് C വാല്യൂ സെയിം ആണോ എന്ന് നോക്കാം. അപ്പൊ ബിയുടെ കോളത്തില് B1, B2, B2, B3. ഇപ്പൊ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും B2 സെയിം ആണ്. അതിന്റെ കറസ്പോണ്ടിങ് C കോളത്തിലെ ആ 2 ടപ്പിൾസിന്റെ വാല്യൂ സെയിം ആണോ എന്ന് നോക്കാം. C2 ഓക്കെ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, B ഡിറ്റർമിൻസ് C അത് ഓക്കെ ആണ്. ഇനി C ഡിറ്റർമിൻസ് B നോക്കാം. C ഡിറ്റർമിൻസ് B എന്ന് പറഞ്ഞാൽ C വെച്ചിട്ട് ബിനെ നമുക്ക് ഫങ്ഷണലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ C എന്ന് പറഞ്ഞ കോൾ എടുക്കുക. സിയിലാണെങ്കിൽ വാല്യൂസ് C1, C2, C2, C4. ഇപ്പൊ 2 റോയില് സിയുടെ ടപ്പിൾസ് സെയിം ആണ്. കറസ്പോണ്ടിങ്ങില് ബിയുടെ ടപ്പിൾസ് C ഡിറ്റർമിൻസ് B ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ബിയുടെ ആ കറസ്പോണ്ടിങ് ആ സെയിം ടപ്പിൾസ് ഉള്ള സിയുടെ വാല്യൂവിന്റെ ടപ്പിൾസ് ഓഫ് B സെയിം ആണോ നോക്കാം. B2 അതും ഓക്കെ ആണ്. അപ്പൊ അവിടെ ആ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് AB ഡിറ്റർമിൻ C, അതായത് AB കോമ്പിനേഷൻ ഡിറ്റർമിൻ C ആണോ നോക്കാം. ഇപ്പൊ AB കോമ്പിനേഷൻ എടുക്കുക. A1B1, A1B2, A2B2, A3B3 എല്ലാം ഡിഫറെന്റ്. അപ്പൊ നമുക്ക് എന്താ, അവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഓക്കെ ആണ്. കാരണം ഒറ്റ റോയിലും എന്താണ് സെയിം AB കോമ്പിനേഷൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ AB ഡിറ്റർമിൻസ് D നോക്കാം. AB ഡിറ്റർമിൻസ് Dയിലും അതുപോലെ തന്നെ എല്ലാ കോമ്പിനേഷൻസും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡീനെ നമുക്ക് യൂണീക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. CD ഡിറ്റർമിൻസ് B എന്ന് പറഞ്ഞാൽ CD കോമ്പിനേഷൻ എടുക്കുക. C1D1, C2D2, C2D3, C4D3 എല്ലാം ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് CD ആണ്. സോ ഇറ്റ് യൂണീക്കലി ഡിറ്റർമിൻസ് B. ഓക്കെ, അപ്പം സെയിം ടപ്പിൾസ് വരുന്ന സെയിം ആട്രിബ്യൂട്ട് വാല്യൂസ് വരുന്നതിന്റെ കറസ്പോണ്ടിങ് Y ആട്രിബ്യൂട്ട്സും സെയിം ആണോ നോക്കിയാൽ മതി. ദെൻ അതിനകത്ത് തന്നെ താഴെ പറഞ്ഞിരിക്കുന്ന 3 ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ
വാലിഡ് അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എ ഡിറ്റർമിൻസ് ബി, അത് വാലിഡ് ആണോ എന്ന് നോക്കാം. ജസ്റ്റ് അവിടെ തന്നിട്ടുണ്ട് വാലിഡ് അല്ല എന്ന്, പക്ഷെ അത് എങ്ങനെയാണ് ഇൻവാലിഡ് ആയെന്ന് നോക്കാം. എ ഡിറ്റർമിൻസ് ബി എന്ന് പറയുമ്പോഴത്തേക്കും എയുടെ വാല്യൂസ് ഏതൊക്കെയാണ്? A1 A2 A3. അപ്പൊ രണ്ട് ടപ്പിൾസിൽ A1 സെയിം ആണ്, അതിന്റെ കറസ്പോണ്ടിങ് ബി വാല്യൂ സെയിം ആണോ നോക്കാം. ഒരെണ്ണത്തിൽ B1 ആണ്, ഒരെണ്ണത്തിൽ B2 ആണ്. അപ്പം ടപ്പിൾ 1ഉം ടപ്പിൾ 2ഉം ഈ കൺസ്ട്രെയിന്റ് വയലേറ്റ് ചെയ്തു. അപ്പൊ അത് ആ ഒരു FD എക്സിസ്റ്റിംഗ് അല്ല ടേബിളിൽ. ദെൻ ബി ഡിറ്റർമിൻസ് എ നോക്കാം. ബി ഡിറ്റർമിൻസ് എ എന്ന് പറയുമ്പോഴത്തേക്കും ബി വാല്യൂ ഏതൊക്കെയാണ്? B1 B2 B2 B3. അപ്പം സെക്കൻഡ് ടപ്പിളിലും തേർഡ് ടപ്പിളിലും ബി വാല്യൂ സെയിം ആണ്, പക്ഷെ അതിന്റെ കറസ്പോണ്ടിങ് എ വാല്യൂ എന്താണ്? സെയിം അല്ല. സെക്കൻഡ് ടപ്പിളിൽ A1 ആണ്, തേർഡ് ടപ്പിളിൽ A2 ആണ്. അപ്പൊ അതിനകത്ത് ബി ഡിറ്റർമിൻസ് എ എന്ന് പറഞ്ഞ കൺസ്ട്രെയിന്റ് വയലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇൻവാലിഡ് FD ആണ്. തേർഡ് വൺ എന്താണ്? ഡി ഡിറ്റർമിൻസ് സി നോക്കാം. ഡി ഡിറ്റർമിൻസ് സിയില് ഡിയുടെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ, ഡിയുടെ ടപ്പിൾസ് ഏതൊക്കെയാണ്? D1 D2 D3 D3. ഓക്കെ, അപ്പൊ രണ്ട് ടപ്പിൾസിൽ 3ഉം 4ലും D3 സെയിം ആണ്, അതിന്റെ കറസ്പോണ്ടിങ് സി വാല്യൂ സെയിം ആണോ നോക്കാം. സെയിം അല്ല. ഒരെണ്ണത്തിൽ D3 C2 ആണ്, ഒരെണ്ണത്തിൽ D3 C4 ആണ്. സോ അതും ഇൻവാലിഡ് FD ആണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ അത് വാലിഡിറ്റി ചെക്ക് ചെയ്യണത് കേട്ടോ. അപ്പം ഇൻവാലിഡ് FD എന്താണ്, വാലിഡ് FD ആണ് എന്താണെന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് ഇൻവാലിഡ് FD വാലിഡ് FD എന്ന് പറഞ്ഞാൽ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള കൺസ്ട്രെയിന്റ് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഇതിനകത്ത് ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിലേഷൻ എടുത്താൽ നമ്പർ ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആ റിലേഷനിൽ എഴുതാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ട്രിവിയൽ FD, സെക്കൻഡ് വൺ നോൺ ട്രിവിയൽ, തേർഡ് വൺ സെമി ട്രിവിയൽ, സെമി നോൺ ട്രിവിയൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ട്രിവിയൽ FD എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ട്രിവിയൽ FD എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഡിപ്പെൻഡന്റ് എപ്പോഴും എന്തായിരിക്കും? ഡിറ്റർമിനന്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇപ്പൊ ഈ ID ഡിറ്റർമിൻസ് ഇത്, ഈ ID കോമ ഇ നെയിം ഡിറ്റർമിൻസ് ഇ നെയിം. ആ സെക്കൻഡ് FD നോക്കാം. ഈ ID രണ്ട് FDs ഉണ്ട് അതിനകത്ത്. നമുക്കൊരു റിലേഷൻ ആണ് കേട്ടോ. ആ റിലേഷനിൽ നമ്മൾ രണ്ട് FDs ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഫസ്റ്റ് EID ഡിറ്റർമിൻസ് ഇ നെയിമും, സെക്കൻഡ് EID ഡിറ്റർമിൻസ് ഇ നെയിം ഡിറ്റർമിൻസ് ഇ നെയിം എന്നുള്ള രണ്ടാമത്തെ FD. അപ്പൊ ഇതിനകത്ത് ട്രിവിയൽ FD എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡന്റ്. ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ LHS, ഏതാണ് LHS? RHSലുള്ള സൈഡ്, RHS. ഓക്കെ, അപ്പൊ ഇ നെയിം എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഡിറ്റർമിനന്റിന്റെ സബ്സെറ്റ് ആണ് ആണല്ലോ. ഡിറ്റർമിനന്റ് ഏതാണ്? EIDയും ഇ നെയിമും ആണ് ഡിറ്റർമിനന്റ്. അതിന്റെ സബ്സെറ്റ് ആണ് RHSലുള്ളത്, ഇ നെയിം. അപ്പൊ അതെന്താണ്? ട്രിവിയൽ FD എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ട്രിവിയൽ FD എന്ന് പറയുന്നതിന്റെ ഫോമാണ് എ ഡിറ്റർമിൻസ് എ. അതായത് ഒരു എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള ഒരു ഫോർമാറ്റിൽ എക്സ് അതിനോട് തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രിവിയൽ FD എന്ന് പറയുന്നത്. അതായത് ഡിറ്റർമിനന്റ് ഡിപ്പെൻഡന്റ് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് ഡിറ്റർമിനന്റ്. അപ്പം അങ്ങനെയുള്ള സബ്സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പുറത്തെ സൈഡിലുള്ളത് സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ട്രിവിയൽ FD. നോൺ ട്രിവിയൽ FD എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള FD ഉണ്ടെന്നുണ്ടെങ്കിൽ വൈ ഇറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം, അല്ലെങ്കിൽ ഇവിടെ തന്ന EID ഡിറ്റർമിൻസ് ഇ നെയിം. അതെല്ലാം എന്താണ്? നോൺ ട്രിവിയല. കാരണം നെയിം എന്ന് പറയുന്നത് റോൾ നമ്പറിന്റെ സബ്സെറ്റ് അല്ല. സോ ഇറ്റ് ഈസ് എ നോൺ ട്രിവിയൽ FD. അതുപോലെ റോൾ നമ്പർ കോമ നെയിം ഡിറ്റർമിൻസ് ഏജ്, അങ്ങനത്തെ ഒരു FD നമ്മുടെ റിലേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ that is also a non-trivial FD because age is not a subset of roll number comma name. അപ്പം നമുക്ക് H determines Y എന്ന് പറഞ്ഞ ഡിപ്പെൻഡൻസി ട്രിവിയൽ നോൺ ട്രിവിയൽ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്? എക്സിന്റെ Y എന്ന് പറഞ്ഞ സംഭവം എക്സിന്റെ സബ്സെറ്റ് ആണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് is the subset of determinant. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രിവിയൽ, അതർവൈസ് ഇറ്റ് ഈസ് എ നോൺ ട്രിവിയൽ FD. ട്രിവിയൽ സെമി നോൺ ട്രിവിയൽ എന്ന് പറഞ്ഞാൽ AB ഡിറ്റർമിൻസ് BC. അപ്പൊ അതിനകത്ത് AB ഡിറ്റർമിൻസ് B, അതായത് അതിനകത്ത് B എന്ന് പറഞ്ഞത് സബ്സെറ്റും വന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ കൂടെ അഡീഷണലി ഒരു ആട്രിബ്യൂട്ടും കൂടെ കൂടി കയറി വന്നേക്കുക. അതായത് AB ഡിറ്റർമിൻസ് B എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്? ട്രിവിയൽ ആണ്. അതായത് Y ആട്രിബ്യൂട്ട് എക്സിന്റെ സബ്സെറ്റ് ആന്ന് പറയുമ്പോഴത്തേക്കും അത് ട്രിവിയൽ ആണ്. പക്ഷെ ആ ട്രിവിയലിന്റെ കൂടെ AB ഡിറ്റർമിൻസ് BC എന്ന് പറയുമ്പോൾ ട്രിവിയലിന്റെ കൂടെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനും കൂടെ കൂടി കയറി വരുവാണെന്നുണ്ടെങ്കിൽ അത് സെമി നോൺ ട്രിവിയൽ. അപ്പം AB ഡിറ്റർമിൻസ് BC എന്ന് പറയുമ്പോഴത്തേക്കും AB എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്സിന്റെ സബ്സെറ്റ് ആണ് B. അതിന്റെ കൂടെ സിയും കൂടെ കൂടി അഡീഷണൽ ഇൻഫർമേഷനും കൂടെ കൂടി കയറി വന്നേക്കുന്നതുകൊണ്ട് അത് സെമി നോൺ ട്രിവിയൽ FD നമുക്ക്
പറയാൻ പറ്റും. അപ്പൊ ഈ ടേംസ് ട്രിവിയൽ എഫ് ഡി, നോൺ ട്രിവിയൽ എഫ് ഡി, അതെല്ലാം നമുക്ക് ഇനി ഓരോന്നിന്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇനിയുള്ളത് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ്, നമുക്കൊരു റിലേഷൻ എടുത്താൽ അതിനകത്ത് കുറച്ച് എഫ് ഡിസ് ഒക്കെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ റൂൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കുള്ള എഫ് ഡിസിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ എഫ് ഡിസ് അല്ലെങ്കിൽ അതിനെ വേറൊരു ഇക്വലന്റ് സെറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദീസ് സെറ്റ് ഓഫ് റൂൾസ്. ഓക്കെ, അപ്പൊ നമുക്കൊരു റിലേഷൻ R എടുത്താൽ അതിനകത്ത് കുറെ എഫ് ഡിസ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ ആ എഫ് ഡിസ് വെച്ചിട്ട് ഈ സെറ്റ് ഓഫ് റൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇക്വലന്റ് എഫ് ഡി സെറ്റ് ആക്കി നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ റൂൾസ് ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി റൂൾസ് അല്ലെങ്കിൽ ആക്സിയോംസ്, ആംസ്ട്രോങ്സ് ആക്സിയോംസ് എന്നാണ് ഇതിന്റെ ഒരു പേര്. ഇതൊന്നും കൂടി ജനറൽ ആയിട്ട് താഴേക്ക് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സിവിറ്റി, രണ്ടാമത്തത് ഓഗ്മെന്റേഷൻ, ട്രാൻസിറ്റിവിറ്റി, യൂണിയൻ, ഡികമ്പോസിഷൻ, സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി, പിന്നെ കോമ്പോസിഷൻ. അപ്പൊ ഇത്രയും റൂൾസ് നമ്മൾ കാണാതെ എല്ലാം മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് റൂള് റിഫ്ലെക്സിവിറ്റി. റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞാല് ഇഫ് y ഈസ് എ സബ്സെറ്റ് ഓഫ് x then x determines y. അതായത് നമ്മൾ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പറഞ്ഞല്ലോ, അതുപോലെ തന്നെ റിഫ്ലെക്സിവിറ്റി. അതായത് എക്സിന്റെ x ഡിറ്റർമിൻസ് y എന്ന് പറയുന്ന സംഭവം നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ y എന്ന് പറഞ്ഞ സംഭവം എക്സിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഈ ഒരു സംഭവം എഴുതിയില്ലേ, എഴുതാ ഏതാണ് EID, ഇ നെയിം ഡിറ്റർമിൻസ് ഇ നെയിം. അതായത് ഇ നെയിം എന്ന് പറഞ്ഞത് എന്താണ്, EID, ഇ നെയിമിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ഇങ്ങനത്തെ ഒരു ട്രിവിയൽ എഫ് ഡി നമുക്ക് അവിടെ തന്നെ എഴുതാൻ പറ്റും. അപ്പൊ അതൊരു സെറ്റ് ഓഫ് ഫസ്റ്റ് റൂൾ ആണ് റിഫ്ലെക്സിവിറ്റി. അതായത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് അതിനോട് തന്നെ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നതാണ് അതിന്റെ മീനിങ്. എക്സ് ഡിറ്റർമിൻസ് വൈ. ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു എഫ് ഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള ഒരു എഫ് ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് സൈഡിലും അഡീഷണലി ഒരു ആട്രിബ്യൂട്ടിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, ഓഗ്മെന്റേഷൻ റൂളായി. അപ്പൊ എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറഞ്ഞൊരു എഫ് ഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിന്റെ കൂടെയും വൈന്റെ കൂടെയും സെയിം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്താൽ അത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ റൂൾ എന്താണ്, ഓഗ്മെന്റേഷൻ റൂളാണ്. ഓഗ്മെന്റ് ചെയ്യുക, രണ്ട് സൈഡിലും സെയിം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുക. ദെൻ തേർഡ് വൺ ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എ ടു ബി, ബി ടു സി ആണെങ്കിൽ എ ടു സി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെ. ഒരു റിലേഷനിൽ എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ളൊരു എഫ് ഡി ഉണ്ട്, വൈ ഡിറ്റർമിൻസ് ഇസഡ് എന്ന് പറഞ്ഞ അനദർ സെറ്റ് ഓഫ് എഫ് ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഡിറ്റർമിൻസ് ഇസഡ് എന്നുള്ളത് നമുക്കത് നേരിട്ട് ഇൻഫർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതാണ് ട്രാൻസിറ്റിവിറ്റി റൂൾ. ദെൻ യൂണിയൻ റൂൾ എന്ന് പറഞ്ഞാൽ എക്സ് ഡിറ്റർമിൻസ് വൈ, എക്സ് ഡിറ്റർമിൻസ് ഇസഡ്. അത് എൽ എച്ച് എസ് രണ്ട് എഫ് ഡി എടുത്താൽ അതിന് എൽ എച്ച് എസ് സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആർ എച്ച് എസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിയൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു റിലേഷനിൽ കുറെ സെറ്റ് ഓഫ് കുറെ എഫ് ഡിസ് ഉണ്ട്. അപ്പൊ ആ എഫ് ഡിസ് വെച്ചിട്ട് നമുക്ക് കുറെ എഫ് ഡിസ് ഉണ്ട്. ആ എഫ് ഡിസിൽ ഈ പറഞ്ഞ ഇത്രയും റൂൾസ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് എഫ് ഡിസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിലേഷനിൽ എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ളൊരു എഫ് ഡി ഉണ്ട്, എക്സ് ഡിറ്റർമിൻസ് ഇസഡ് എന്നുള്ള വേറൊരു എഫ് ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ യൂണിയൻ റൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എക്സ് ഡിറ്റർമിൻസ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ അതിനെ യൂണിയൻ റൂൾ ആഡ് ചെയ്തിട്ട് വേറൊരു എഫ് ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡികമ്പോസിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എക്സ് ഡിറ്റർമിൻസ് വൈ ഇസഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം, ആ ആർ എച്ച് എസിലുള്ള സംഭവത്തിന് നമുക്ക് ഡികമ്പോസ് ചെയ്യാം, എക്സ് ഡിറ്റർമിൻസ് വൈ, എക്സ് ഡിറ്റർമിൻസ് ഇസഡ്. ദെൻ സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി എക്സ് ഡിറ്റർമിൻസ് വൈയും ഡബ്ല്യു വൈ ഡിറ്റർമിൻസ് ഇസഡും എന്നുണ്ടെങ്കിൽ ആ വൈ ഡിറ്റർമിൻസ് എക്സ് വൈക്ക് പകരം എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും, എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് എക്സ് ഡിറ്റർമിൻസ് വൈയും ഉണ്ട്, ഡബ്ല്യു വൈ ഡിറ്റർമിൻസ് ഇസഡും എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ എഫ് ഡിയിൽ വൈക്ക് പകരം എക്സിനെ വെച്ചിട്ട് നമുക്ക് സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ പുതിയൊരു എഫ് ഡി ആയി ഡബ്ല്യു എക്സ് ഡിറ്റർമിൻസ് ഇസഡ്. ഇനി കോമ്പോസിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എക്സ് ഡിറ്റർമിൻസ് വൈ, ഇസഡ് ഡിറ്റർമിൻസ് ഡബ്ല്യു. ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, എക്സ് ഇസഡ് ഡിറ്റർമിൻസ് വൈ ഡബ്ല്യു എന്നും പറഞ്ഞ് എഴുതാം. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ എല്ലാത്തിനും ഇത്രയും റൂൾസിനെല്ലാം കുറച്ച് പ്രൂഫ് ഉണ്ട്. എങ്ങനെയാണ് ഇതിങ്ങനെ ഈ ലാസ്റ്റത്തെ രണ്ടെണ്ണം നമുക്ക് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ ഇതൊക്കെ റൂൾസും എന്താണ് പ്രൂഫ് യൂസ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെന്ന് തെളിയിച്ചേക്കണെയാണ്. പക്ഷെ നമുക്ക് പ്രൂഫിന്റെ ആവശ്യമില്ല. നമ്മളപ്പോ എന്താണ് റൂള്,
എങ്ങനെയാണ് പുതിയൊരു ഇക്വലന്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ആദ്യത്തെ 1, 2, 3, 4, 5 പ്രശ്നമില്ല. 6, 7 സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി, അതും കോമ്പോസിഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ളത് വൈനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ W ഡിറ്റർമിൻസ് ഇസഡിൽ വൈനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും? എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ഓർത്തിരിക്കേണ്ടത്. അതിന് സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പം എക്സ് ഡിറ്റർമിൻസ് വൈ, W ഡിറ്റർമിൻസ് ഇസഡിൽ നമുക്ക് വൈക്ക് പകരം എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡിറ്റർമിൻസ് വൈ, ഇസഡ് ഡിറ്റർമിൻസ് W, എല്ലാം പല പല ആട്രിബ്യൂട്ട്സാ, പല സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് 2 FD ഉള്ളതെങ്കിൽ അതിന്റെ LHSും കമ്പൈൻ ചെയ്യുക, കോമ്പോസിറ്റ് ചെയ്യുക, ദെൻ RHSും കോമ്പോസിറ്റ് ചെയ്യുക. അപ്പൊ XZ YW എന്ന് വരും. അപ്പൊ ഇത്രയും റൂൾസ് അല്ലെങ്കിൽ ഇത്രയും പ്രോപ്പർട്ടീസ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ട്രിവിയൽ, നോൺ ട്രിവിയൽ, സെമി നോൺ ട്രിവിയൽ FD, അതപ്പൊ അതെന്താന്ന് മനസ്സിലാക്കി ദെൻ നമുക്ക് നമ്മുടെ റിലേഷനിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ FDസിലും ഇത്രയും റൂൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള FDസിനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് പുതിയ ഇക്വലന്റ് സെറ്റ് FDs നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്രയും റൂൾസ്. 1, 2, 3, 4, 5, 6, 7 റൂൾസ്. അപ്പോൾ ഫസ്റ്റ് റിഫ്ലെക്സിവിറ്റി, അതായത് FD അതിനോട് തന്നെ എന്താണ് ഫങ്ഷണൽ ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിക്കാനുള്ളതാണ് റിഫ്ലെക്സിവിറ്റി. ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻസിയുടെ ആ LHSലും RHSലും സെയിം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഓഗ്മെന്റ് ചെയ്യുക, അതാണ്. അപ്പൊ ഓഗ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ സെറ്റ് ഓഫ് FDs കിട്ടും. ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി, A to B, B to C ആണെന്നുണ്ടെങ്കിൽ A to C എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എക്സ് ഡിറ്റർമിൻസ് വൈ ഉണ്ട് ആ ടേബിളിൽ, വൈ ഡിറ്റർമിൻസ് ഇസഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർ ചെയ്യാൻ പറ്റും എന്ത് എക്സ് ഡിറ്റർമിൻസ് ഇസഡ് ആണെന്നുള്ളത് നമുക്ക് ഈ റൂൾ ഉപയോഗിച്ചിട്ട് പുതിയ FDനെ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. യൂണിയൻ എന്ന് പറഞ്ഞാൽ LHSും LHSൽ സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ RHSനെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഡികമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു FDസിനെ നമുക്ക് ഡികമ്പോസ് ചെയ്ത് എഴുതുക. മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ സിംഗിൾട്ടൺ സെറ്റ് ആക്കി എഴുതുക. എക്സ് ഡിറ്റർമിൻസ് വൈ, എക്സ് ഡിറ്റർമിൻസ് ഇസഡ്. പിന്നെ ഉള്ളത് സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി കോമ്പോസിഷനും ആണ്. അപ്പൊ അതിനകത്ത് എന്താണ് 2 സെറ്റ് ഓഫ് FD, എക്സ് ഡിറ്റർമിൻസ് വൈയും WY ഡിറ്റർമിൻസ് ഇസഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈനെ എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക, അപ്പൊ പുതിയ FD ആയി. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഡിഫറെന്റ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്, ഒരെണ്ണത്തിനെ ഡിറ്റർമിൻ ചെയ്യാണ്. എക്സ് ഡിറ്റർമിൻസ് വൈ, ഇസഡ് ഡിറ്റർമിൻസ് W ആണെന്നുണ്ടെങ്കിൽ LHSും RHSും കമ്പൈൻ ചെയ്ത് എഴുതുക. അപ്പൊ അത് 7ാമത്തെ റൂൾ. അപ്പൊ ഇത്രയുമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഈ സംഭവം തന്നെയാണ് നമ്മൾ ആംസ്ട്രോങ് ആക്സിയോംസ് ഇൻ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, ക്ലോഷർ അടുത്ത ക്ലാസ് പഠിക്കാനുള്ളതാണ്. ആംസ്ട്രോങ്സ് ആക്സിയോംസ് ഇൻ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആംസ്ട്രോങ് ആക്സിയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. അതിന്റെ നമ്മൾ ആംസ്ട്രോങ് ആക്സിയംസ് ആയിട്ട് ആക്സിയം ഓഫ് റിഫ്ലെക്സിവിറ്റി, ആക്സിയം ഓഫ് ഓഗ്മെന്റേഷൻ, ട്രാൻസിറ്റിവിറ്റി, അങ്ങനെ യൂണിയൻ, കോമ്പോസിഷൻ, ഡികമ്പോസിഷൻ, സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി. അപ്പം പ്രൈമറി റൂളും സെക്കൻഡറി റൂൾസും ആയിട്ട് നമ്മൾ ഈ ആംസ്ട്രോങ് ആക്സിയോംസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആംസ്ട്രോങ് ആക്സിയം എന്ന് പറഞ്ഞാൽ നമുക്ക് സൗണ്ട് ആൻഡ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഇൻഫറൻസ് റൂൾസ് ഓർ ആക്സിയംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വില്യം ഡബ്ല്യു. അതായത് നമുക്ക് ഇത്രയും റൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു റിലേഷനിലുള്ള എല്ലാ FDസിനെയും നമുക്ക് ലോജിക്കലി ഇംപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഒരു റിലേഷനിൽ കുറെ സെറ്റ് ഓഫ് FDs ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആംസ്ട്രോങ് ആക്സിയംസ് അല്ലെങ്കിൽ ആംസ്ട്രോങ് റൂൾസ് യൂസ് ചെയ്തിട്ട് ആ റിലേഷനിലുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് FDസിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഈ ആംസ്ട്രോങ് ആക്സിയം സൗണ്ട് ആൻഡ് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ കാരണം. സൗണ്ട് ആൻഡ് കംപ്ലീറ്റ് എന്ന വേർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ആംസ്ട്രോങ് ആക്സിയം ഈസ് വൈ ദിസ് ആംസ്ട്രോങ്സ് ആക്സിയം ഈസ് സൗണ്ട് ആൻഡ് കംപ്ലീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? നമുക്ക് ഈ ആംസ്ട്രോങ് ആക്സിയംസ് ഈ പറഞ്ഞ പ്രൈമറി റൂളും സെക്കൻഡറി റൂളും യൂസ് ചെയ്തിട്ട് നമുക്ക് റിപ്പീറ്റഡ്ലി ഒരു റിലേഷനിലുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ ഈ ആംസ്ട്രോങ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിലേഷനിലുള്ള കംപ്ലീറ്റ് ഡിപ്പെൻഡൻസീസിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് അതിന് സൗണ്ട് ആൻഡ് കംപ്ലീറ്റ് എന്ന് പറയാൻ കാരണം. അപ്പൊ ഇതിനകത്ത് പ്രൈമറി റൂൾസും ഉണ്ട്, സെക്കൻഡറി റൂൾസും ഉണ്ട്. പ്രൈമറി റൂൾസ് ആണ് റിഫ്ലെക്സിവിറ്റി, ഓഗ്മെന്റേഷൻ, ട്രാൻസിറ്റിവിറ്റി ഒക്കെ ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെ. സെക്കൻഡറി റൂൾസ് ആണ് യൂണിയൻ, കോമ്പോസിഷൻ ആൻഡ് ഡികമ്പോസിഷൻ.
സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആംസ്ട്രോങ് ആക്സിയോംസിൽ വരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തിനാ ആംസ്ട്രോങ് ആക്സിയോംസ് ഇൻ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു റിലേഷനിൽ നമുക്ക് ഉള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിന്ന് ആ റിലേഷനിൽ ജനറേറ്റ് ചെയ്യാവുന്ന എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾസ് അപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് സെറ്റ് ജനറേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ആക്സിയോംസ്, ആംസ്ട്രോങ്സ് ആക്സിയോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് സെക്കൻഡറി റൂൾസ്. ഇതിനകത്ത് എന്താണ് സൗണ്ട്, എന്താണ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? Given set of functional dependencies F specified on a relation schema R, any dependency that we can infer from F by using the primary rules of Armstrong axiom hold in every state. അതായത് സൗണ്ട് എന്ന് പറയാം, ആംസ്ട്രോങ് ആക്സിയം റൂള് സൗണ്ട് എന്ന് പറയാൻ കാരണം എന്താ? നമുക്കൊരു റിലേഷൻ സ്കീമിൽ കുറെ സെറ്റ് ഓഫ് എഫ് ഡീസ് ഉണ്ട്. അതിനെ ക്യാപിറ്റൽ എഫ് വെച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ആംസ്ട്രോങ് ആക്സിയം യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ പുതിയ എഫ് ഡീസിന് ഇൻഫർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എന്തായിരിക്കും ആ റിലേഷനിലെ എല്ലാ റിലേഷൻ സ്റ്റേറ്റിലും എന്തായിരിക്കും വാലിഡ് ആയിരിക്കും. അതായത് നമ്മളിപ്പോ ഒരു റിലേഷൻ എംപ്ലോയി റിലേഷൻ എടുത്തു. ആ എംപ്ലോയി റിലേഷനിൽ കുറെ എഫ് ഡീസ് നമ്മൾ കണ്ടുപിടിച്ചു, കുറെ എഫ് ഡീസ് നമ്മൾ അതിനകത്ത് കണ്ടുപിടിച്ചു. ആ എംപ്ലോയി റിലേഷനിലുള്ള എഫ് ഡീസിൽ നമ്മൾ ഈ പറഞ്ഞ ആംസ്ട്രോങ് ആക്സിയംസ് പ്രൈമറി റൂളും സെക്കൻഡറി റൂളും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എല്ലാ എഫ് ഡീസും ആ റിലേഷൻ സ്റ്റേറ്റിന്റെ എല്ലാ ഇൻസ്റ്റൻസിലും എന്തായിരിക്കും വാലിഡ് ആയിരിക്കും. അതാണ് സൗണ്ട് എന്നുള്ള ഒരു ടേമിന്റെ മീനിങ്. അപ്പൊ ഈ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആംസ്ട്രോങ് ആക്സിയം യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എഫ് ഡീസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു ടേബിളിന്റെ ആ ഒരു റിലേഷനിലുള്ള കംപ്ലീറ്റ് പോസിബിൾ ഡിപ്പെൻഡൻസീസ് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും. അപ്പോ സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ സെറ്റ് ആംസ്ട്രോങ് ആക്സിയം യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഫങ്ഷൻ ഡിപ്പെൻഡൻസീസ് ആ റിലേഷൻ സ്റ്റേറ്റിന്റെ എല്ലാ ആ ഒരു റിലേഷന്റെ എല്ലാ റിലേഷൻ സ്റ്റേറ്റിലും വാലിഡ് ആയിരിക്കും. അതാണ് സൗണ്ട്. ഓക്കെ, എല്ലാ റിലേഷൻ സ്റ്റേറ്റിലും അത് വാലിഡ് ആയെന്ന് പറയുന്നതാണ് സൗണ്ട്. കംപ്ലീറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ആംസ്ട്രോങ് ആക്സിയം വെച്ചിട്ട് നമുക്ക് ആ റിലേഷനിലെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ കംപ്ലീറ്റ് എന്ന് പറയാൻ കാരണം. അപ്പം നമുക്ക് പ്രൈമറി റൂൾസും ഉണ്ട്, സെക്കൻഡറി റൂൾസും ഉണ്ട്. പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും ആംസ്ട്രോങ് ആക്സിയം റൂൾ യൂസ് ചെയ്തിട്ട് ഗിവൺ സെറ്റ് ഓഫ് എഫ് ഡീസിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന മാക്സിമം നമ്പർ ഓഫ് എഫ് ഡീസും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന റിപ്പീറ്റഡ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആ സെറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് കംപ്ലീറ്റ് എന്ന് പറയാൻ കാരണം. സൗണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ആംസ്ട്രോങ് ആക്സിയം വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ എഫ് ഡീസും ആ ഒരു റിലേഷന്റെ കറണ്ട് സ്റ്റേറ്റിൽ മാത്രമല്ല അതിന്റെ എല്ലാ റിലേഷൻ ഇൻസ്റ്റൻസിലും അതെന്തായിരിക്കും വാലിഡ് ആയിരിക്കും. അതിനാണ് അതുകൊണ്ട് സൗണ്ട് എന്ന് പറയാൻ കാരണം. ഇത്രയുമാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും അതിന്റെ ഇൻട്രൊഡക്ഷനും. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ് എഫ് ഡി, ആ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ കൺസ്ട്രെയിന്റ് എന്താണ്, പിന്നെ ആംസ്ട്രോങ് ആക്സിയംസ്, സൗണ്ട് ആൻഡ് കംപ്ലീറ്റ്, ഇത്രയും ടേംസ് ആണ് ഇതിനകത്ത് നോക്കാനുള്ളത്.